നമ്മൾ കേരളത്തിലെ വിഷയമാണ് പറഞ്ഞത്. നമുക്ക് തമിഴ്നാട്ടിലും സമാനമായിരുന്നു അവസ്ഥ. അതിന് ഒരു അയവ് വന്നു എന്ന് മനസ്സിലാക്കുകയാണ്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ച വിജയിയുടെ ടി.വി.കെ ലോക് ഭവനിലെത്തി. ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ടു. പിന്തുണ നൽകിയ കക്ഷി നേതാക്കളും വിജയ്ക്കൊപ്പം ലോക് ഭവനിൽ എത്തിയിരുന്നു. നാളെ 3 മണിക്ക് ഗവർണറോട് സത്യപ്രതിജ്ഞയ്ക്ക് സമയം തേടിയിട്ടുണ്ട്. 2 വീതം VCK മുസ്ലിം ലീഗ് MLA-മാരുടെ പിന്തുണ കൂടി ഉറപ്പിച്ചതോടെ 120 MLA-മാരുടെ പിന്തുണയുണ്ട് വിജയ്ക്ക്. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് സുജിചന്ദ്രൻ ചേരുകയാണ്. സുജിചന്ദ്രൻ, ഇനി നമ്മൾ സിനിമയിൽ കണ്ട ആ നായകൻ ദളപതി അതിനി തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിന്റെ നായകനായി മാറുകയാണ്. ഇനി ആ പ്രഖ്യാപനത്തിലേക്ക്, ആ പട്ടാഭിഷേകത്തിലേക്ക് മാത്രമുള്ള കാത്തിരിപ്പാണ്. ഉറപ്പായും കൺഫ്യൂഷൻസ് എല്ലാം മാറിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ വിജയ് ഉള്ളത് ലോക് ഭവനുള്ളിലാണ്. തമിഴ്നാട് ലോക് ഭവനാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. വിജയ് ഉള്ളിലേക്ക് പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു. വിജയ് മാത്രമല്ല, എല്ലാ കക്ഷി നേതാക്കളും കോൺഗ്രസ്, CPI, CPIM, VCK, മുസ്ലിം ലീഗ് അടക്കമുള്ള നേതാക്കളും കൂടി ചേർന്നിട്ടാണ് ഉള്ളിലേക്ക് പോയത്. ഉള്ളിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അത് സ്ക്രീനിൽ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഗവർണറുടെയും കഴിഞ്ഞ 4 തവണയും ആയിട്ടുള്ള ദൃശ്യങ്ങൾ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇത്തവണത്തെയും അവരുടെ ശരീരഭാഷയിൽ നിന്ന്, നേരത്തെ കേരള നേതാക്കളുടെ കാര്യം പറഞ്ഞതുപോലെ ശരീരഭാഷയിൽ നിന്ന് തീരുമാനമായി എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഇനിയും ഗവർണർക്ക് ഏതായാലും ഒഴികഴിവുകൾ പറയാനാവില്ല. 6-ാം തീയതി, 7-ാം തീയതി, 8-ാം തീയതി, 9-ാം തീയതി തുടർച്ചയായി 4 ദിവസം വിജയ് ഈ ലോക് ഭവനുള്ളിൽ പോയി സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. എന്നാൽ 118 എന്ന സംഖ്യയിലേക്ക് എത്താതെ അനുവദിക്കില്ല എന്നായിരുന്നു ഗവർണർ ആർലേക്കറുടെ കടുത്ത നിലപാട്. ഇന്നിപ്പോൾ ഇതാ 120 പേരുടെ പിന്തുണയുമായിട്ടാണ് വിജയ് ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. നാളെ 3:30 മിക്കവാറും സത്യപ്രതിജ്ഞ എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പായി. അതിലൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരണം. പറ്റുമെങ്കിൽ, ഗവർണറുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയില്ല, പറ്റുമെങ്കിൽ വിജയെങ്കിലും ഇന്ന് ലോക് ഭവനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാവുമോ എന്ന് വരെ ഈ TVK നേതൃത്വം, ലീഗൽ സെല്ലൊക്കെ ഒരു ഘട്ടത്തിൽ ആലോചിച്ചിരുന്നു. എന്നാൽ ആർലേക്കർ ബൊക്കെ നൽകി സ്വീകരിച്ചു, അദ്ദേഹത്തെ ഷോളിട്ട് സ്വീകരിച്ചു. അതിനൊക്കെ ശേഷം മാത്രമല്ല, അതിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. പ്രധാന നേതാക്കളൊക്കെ, അലൈസ് നേതാക്കളൊക്കെ വിജയ്ക്കൊപ്പം മുമ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. CTR നിർമ്മൽകുമാർ, അതേപോലെ ആദവ് അർജുന തുടങ്ങിയ സീനിയർ TVK നേതാക്കൾ പുറകിലേക്ക് പോയിരിക്കുന്നു. സന്ദേശം വ്യക്തമാണ്. കൃത്യമായ സ്ഥാനങ്ങൾ നൽകും അലൈസിനെല്ലാം. പിന്തുണയ്ക്കുന്ന എല്ലാ കക്ഷികൾക്കും സ്ഥാനങ്ങൾ നൽകും. അതവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും. CPIയും CPIMും സ്ഥാനങ്ങൾ സ്വീകരിക്കില്ല, പദവികൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്തു നിന്നായിരിക്കും പിന്തുണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. VCKയും അത്തരത്തിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും VCK ചില ബാർഗെയിനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൻ്റെ വിശദാംശങ്ങൾ നാളെ വ്യക്തമാവും. തിരുമാവളവന് ഇനി ഒരുപക്ഷെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സ്ഥാനമോ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ, മന്ത്രിസ്ഥാനങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ അതൊക്കെ നാളെ വ്യക്തമാകും. ഏതായാലും നാളെ 3 മണിക്ക്, നാളെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മത്സരമുള്ള ദിവസമാണ് ചെന്നൈയിൽ. അതുകൊണ്ട് 3:30 അതുമുള്ളത്. പോലീസിന് പിടിപ്പത് പണിയുണ്ട്. ഏതായാലും നാളെ ഈ നേരത്തെ രുചീഷ് പറഞ്ഞതുപോലെ തന്നെ ജോസഫ് വിജയ് തമിഴ്നാടിൻ്റെ മുതൽ அமைச்சராയി, മുഖ്യമന്ത്രിയായി മാറും എന്നുള്ള കാര്യത്തിൽ ഇനി സംശയമൊന്നുമില്ല. നേരിയ ഭൂരിപക്ഷത്തിനാണ് ഈ പട്ടാഭിഷേകം, ആ വാക്ക് തന്നെ ഉപയോഗിച്ചാൽ, നടക്കാൻ പോകുന്നത്. ഏതായാലും ബഹുലമായിരിക്കും വരാനിരിക്കുന്ന തമിഴ്നാട്ടിലെ അടുത്ത ദിവസം. ഏറെക്കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 ദ്രാവിഡ പാർട്ടികൾ പരസ്പരം മാറി മാറി വരുന്നതൊക്കെയാണ്. ആ തരത്തിലുള്ള ചിത്രങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ പുതിയൊരു പാർട്ടി വരുന്നു. സത്യത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ പുതിയൊരു വഴിത്തിരിവായി ഇത് മാറുകയും ചെയ്യുക. നിശ്ചയമായും അവസാന നിമിഷം വരെ നാടകമായിരുന്നു. അവസാന നിമിഷം വരെ. ഇന്നലെ വൈകുന്നേരം തീരുമാനിച്ചതാണ് VCKയുടെ 2 അംഗങ്ങളുടെ പിന്തുണ. അത് VCK ഇത്ര സമയം വരെ വച്ചു നീട്ടിയത് തന്നെ ഈ ഒരു ബാർഗെയിനിങ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നു. ഇതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു? ഇതിനിടയിൽ AIDMKയുടെ ഒരു വിഭാഗം പളനിസ്വാമിയുമായി അടർന്നു മാറി TVKയുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് തിരുമാവളവൻ വാർത്താ സമ്മേളനം വിളിക്കുന്നു. എന്നാൽ അതിങ്ങനെ നീണ്ടു
നീണ്ടുപോകുന്നു. 3 തവണ സമയം മാറ്റിവെക്കുന്നു. അവസാനം 4 മണിക്ക് പറയാം എപ്പോൾ വാർത്താ സമ്മേളനം നടത്തുമെന്ന് എന്ന് പറയുന്നു. അതിനുശേഷമാണ് AIADMK ക്യാമ്പിൽ നിന്ന് ഇങ്ങനെ ചിലർ അടർന്നു മാറി 10-35 MLA-മാരുമായിട്ട് ചിലപ്പോൾ EPS-നെ വരെ പിണക്കി വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തരത്തിലുള്ള ഊഹാപോഹങ്ങളോ വാർത്തകളോ ഒക്കെ പ്രചരിക്കുന്നത്. പെട്ടെന്ന് VC-ക്ക് ചാടി വീഴുന്നു, പെട്ടെന്ന് പിന്തുണക്കത്ത് നൽകുന്നു. അതിന് പിന്നാലെ ഇന്നലെ പിന്തുണയല്ലെന്നോ ഒക്കെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള കത്ത് നൽകിയ മുസ്ലിം ലീഗ് പിന്തുണക്കത്ത് നൽകുന്നു. 120-ലേക്ക് സംഖ്യ മാറുന്നു. എല്ലാവരും ഒന്നിച്ച് ഇപ്പോൾ രാജ്ഭവന് ഉള്ളിലേക്ക്, ലോക് ഭവന് ഉള്ളിലേക്ക് പോയിരിക്കുന്നു. സെല്ലോ പെരുന്തകൈ തമിഴ്നാട് PCC അധ്യക്ഷൻ, അദ്ദേഹവും അകത്തുണ്ട്. തൊട്ടടുത്ത് വിജയുടെ തൊട്ടടുത്തിരിക്കുന്നത് സെല്ലോ പെരുന്തകൈ ആണെന്നതും ശ്രദ്ധേയമാണ്. ഇതിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വരെ ഇതിനിടെ എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടായി? ഇന്ത്യ സഖ്യം പിളർന്നു. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് DMK പുറത്തു വന്നു. ഇന്ത്യ സഖ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മറ്റ് 4 കക്ഷികൾ ഇപ്പോൾ വിജയെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ സ്റ്റാലിനിലേക്ക് ഇതിൻ്റെ ഒരു ചരടെത്തുന്നു. ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയം അപ്രവചനീയമായിട്ടുള്ള പല മേഖലകളിലേക്കും സാധ്യതകളിലേക്കും ഒക്കെ ചെന്നെത്തിയ ദിവസങ്ങളാണ് കണ്ടത്. ഇനി തമിഴ് രാഷ്ട്രീയം കാണാനിരിക്കുന്നതും ഇതിലേറെ അപ്രവചനീയമായ അതിസാഹസികമായിട്ടുള്ള നീക്കങ്ങളായിരിക്കുമെന്നുള്ള കാര്യത്തിൽ അതാണ് ഈ പ്രഖ്യാപനങ്ങൾ കൂടിയുണ്ട്. കാരണം യുവാക്കളെയും സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും ഒക്കെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് വിജയ് ഈ തരത്തിൽ വലിയ വിജയം നേടിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുക എന്നത് കൂടിയാണ്. ഒരു സിനിമാ താരത്തിന്റെ പ്രകടനങ്ങൾ ആ രീതിയിൽ വിജയിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി സിനിമാ താരത്തിന് രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യാനാകും എന്ന് വിജയ് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം വിജയ്ക്ക് മുൻഗാമിയായി പലരും വന്ന് പരാജയപ്പെട്ട അവസ്ഥയുണ്ട്. വിജയിച്ച MGR അടക്കമുള്ള ആളുകൾ വിജയിച്ച അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് എന്ത് ചെയ്യാനാകും എന്നത് കൂടി കാണിച്ചു കൊടുക്കേണ്ട സമയമാണ്. തീർച്ചയായിട്ടും വിജയ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയം എല്ലാ കാലവും സഖ്യകക്ഷികളെ ചേർത്ത് പിടിക്കുന്നതിലുള്ള ഒരു മാജിക്, അത് MGR-നുണ്ടായിരുന്നു, അത് കലൈഞ്ചർക്കുണ്ടായിരുന്നു, അത് ജയലളിതയ്ക്കുണ്ടായിരുന്നു, അത് ഒരു പരിധിവരെ EPS-നും OPS-നും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു മാജിക്ക് വിജയ്ക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യാനാവും എന്നുള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ തലപ്പൊക്കമുള്ള നേതാക്കളായി കലൈഞ്ചറും അതേപോലെ ജയലളിതയും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ അണികളെ പോലെ തന്നെ സഖ്യകക്ഷി ളെയും കൂട്ടിപ്പിടിക്കാനുള്ള ഒരു കഴിവുണ്ട്. അത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലിലേക്ക് ഇനി വിജയ്ക്ക് മാറേണ്ടി വരും. പക്ഷേ വിജയ്ക്ക് ഭരണപരിചയം കുറവാണ്. വിജയ്ക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് ഭരണപരിചയം കുറവാണ്. വിജയ്ക്കൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട വന്ന ആളുകൾ പലതരം രാഷ്ട്രീയം ഇതിനു മുമ്പുള്ളവരാണ്. രാഷ്ട്രീയമേ ഇല്ലാത്ത രാഷ്ട്രീയവാദികളുണ്ട്. എന്തോ ചില മൂവ്മെൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാം. ഇവിടെ ഒരുപാട് ആരാധകർ, അതേപോലെ പാർട്ടി പ്രവർത്തകർ ഒക്കെ തടിച്ചു കൂടിയിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ചെന്നൈയിലെ പോലീസിനെ സമ്മതിക്കണം കേട്ടോ. ഇത്രയും സമയമായിട്ട് 100 കണക്കിന് മാധ്യമങ്ങൾ ഇവിടെയുണ്ട്. വലിയ തോതിൽ ആരാധക കൂട്ടം തടിച്ചു കൂടിയിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും ഇവിടുത്തെ ട്രാഫിക്കിന് ഒരു ഭംഗവും ഉണ്ടായിട്ടില്ല. കൃത്യമായി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ലോക് ഭവന് മുമ്പിൽ ഇപ്പോൾ വലിയ ആൾക്കൂട്ടമാണ്. നടുവിൽ ബാരിക്കേഡ് വെച്ച് തിരിച്ചിട്ട് ഇവിടേക്ക് തിരിച്ചാൽ ക്യാമറമാൻ കാണാം, ഈ നിൽക്കുന്നത് മുഴുവൻ മാധ്യമങ്ങളാണ്. ആലോചിക്കാനാവുമോ? 100 കണക്കിന് മാധ്യമപ്രവർത്തകർ, അപ്പുറത്ത് ആയിരക്കണക്കിന് ആരാധകർ. എല്ലാ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന്, ദേശീയ മാധ്യമങ്ങളിൽ നിന്ന്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, കന്നഡ, തെലുഗു, തമിഴ്, അങ്ങനെ 100 കണക്കിന് മാധ്യമപ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ഉദ്വേഗത്തിൻ്റെ മണിക്കൂറുകളായിരുന്നു, ഉദ്വേഗത്തിൻ്റെ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 3-4 ദിവസങ്ങളായി തമിഴ്നാട്ടിൽ മൊത്തമുള്ളത്. മുഖ്യധാരാ മാധ്യമപ്രവർത്തകരും പ്രാദേശിക മാധ്യമപ്രവർത്തകരും അടക്കം തമിഴ്നാടിൻ്റെ നാനാകോണുകളിൽ നിന്ന്, തെന്നിന്ത്യയുടെ രാജ്യത്തിൻ്റെ നാനാകോണുകളിൽ നിന്ന് തടിച്ചുകൂടിയ വലുതും ചെറുതുമായ മാധ്യമപ്രവർത്തകരുടെ വൻ കൂട്ടം പുറകിൽ നിൽക്കുന്നു. അപ്പുറത്ത് ആരാധകർ അടക്കം, അല്ലെങ്കിൽ അണികളടക്കം, പല പാർട്ടികളുടെയും അണികളടക്കം ഈ അലയിലുള്ളവരെ തടിച്ചുകൂടിയിരിക്കുന്നു. ഇതിൻ്റെ ഇടയിലൂടെ വാഹനങ്ങൾ രണ്ടു വശത്തും കൂടി നമുക്ക് കാണാം. വലിയ ആവേശവും ആരവമുണ്ട്. എന്തായാലും ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടത് വിജയ് ആരാധകരുടെ പ്രതിഷേധമാണെങ്കിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ ആഘോഷമായി മാറും. എന്തായാലും നാളെ വിജയ് തമിഴ്നാടിന്റെ തരത്തിൽ TVK-യുടെ ചരിത്രത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന തരത്തിലേക്ക് വിജയ് മാറുകയാണ്. വിജയ് ആ ചരിത്രം കുറിക്കുകയാണ്. TVK ആദ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് ഇത്രയും സീറ്റുകൾ നേടിക്കൊണ്ട് ഘടകകക്ഷികളെ ഒപ്പം കൂട്ടിക്കൊണ്ട് ഭരണത്തിലേക്ക് വരികയാണ്. വിജയ് ഇനി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി മാറുകയാണ്.